മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വീണ്ടും ഇളക്കാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശ്രമം തുടങ്ങി. 2023 മുതൽ ഇതിനുള്ള കത്തിടപാടുകൾ തുടങ്ങി. കഴിഞ്ഞ സീസണിന് മുൻപ് പാളികൾ വീണ്ടും സ്വർണം പൊതിഞ്ഞ് എത്തിക്കാനായിരുന്നു നീക്കം. ശബരിമലയിലെ ഉന്നതർ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു. ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാട്ടിയത്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ 2023 മുതലുള്ള കത്തിടപാടുകളുടെ സ്വഭാവം എന്താണ്? 2019 ഇത് അവിടെ പണികൾ പൂർത്തിയാക്കി എത്തിച്ചതിന് ശേഷം ഇത്ര പെട്ടെന്ന് അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു പോകേണ്ട ആവശ്യം എങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്? മാധു, അതുതന്നെയാണ് സംശയങ്ങൾ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് 2019 ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്തു കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏറ്റവും ആധുനികമായ രീതിയിൽ സ്വർണം പൂശി കൊണ്ടുവന്നുവെന്നാണ് അവകാശപ്പെട്ടത്. അവിടെയാണ് വീണ്ടും അത് ഇളക്കി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വന്നത്. അങ്ങനെ 2023 ഇതിൻ്റെ കത്തിടപാടുകൾ ആദ്യം തുടങ്ങുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അതിന് മുൻകൈയെടുത്ത് രംഗത്ത് വരികയും ചെയ്തു. ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2019 2023 ശേഷവും ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി വീണ്ടും സ്വർണം പൂശുന്ന കാര്യത്തിലൊക്കെ ഇടപെട്ട ഉദ്യോഗസ്ഥർ ഒരാൾ തന്നെയാണ് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യം ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു. പിന്നീട് ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് എത്തുന്നു. കഴിഞ്ഞ സീസണിൽ തന്നെ ഇത് ഇളക്കിയെടുത്ത് വീണ്ടും പൂശാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് കഴിയാതെ പോവുകയായിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ സീസണ് മുമ്പ് സ്വർണം പൂശി കൊണ്ടുവരാൻ ഒരു തീരുമാനമെടുക്കുകയും അങ്ങനെയാണിത് പെട്ടെന്ന് ഈ ചെന്നൈയിലേക്ക് അഴിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. ഇത് ഹൈക്കോടതിയെ അറിയിക്കാതെ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ കൊണ്ടുപോയ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇതിന് പിടിവീഴുകയും ഇതൊക്കെ ഇപ്പോൾ ഈ സംഭവവികാസങ്ങളെല്ലാം പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അതായത് പലപ്പോഴും കാലങ്ങളായി വളരെ ഗൂഢമായ ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നു. പക്ഷേ അതൊന്നും പുറത്തേക്ക് വരാറില്ല. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് ശബരിമലയിലെ തന്നെ ചില ഉന്നതരുടെ സഹായത്തോടു കൂടിയാണ്. അതായത് ഇയാൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനും ഇത് വീണ്ടും പൂശണമെന്നാവശ്യപ്പെട്ട് അതിനുള്ള നീക്കങ്ങൾ നടത്താനും ഒക്കെ അവിടെ ചില ഉന്നതർ ഇതിന് തയ്യാറായി തന്നെ, ഇയാളെ സഹായിക്കാൻ തയ്യാറായി തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഇനി പുറത്തു വരേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് തീർത്തും ഒരു വിശ്വാസ വഞ്ചനയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് ഈ സ്വർണം പൂശി കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുപോകുന്നു. അവിടെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വിശ്വാസവഞ്ചന നടത്തിയിരിക്കുന്നു. പക്ഷേ അതിലൊന്നും ഒരു നടപടിയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്ത് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ദേവസ്വം ബോർഡിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു ക്രിമിനൽ നടപടി ആരംഭിക്കുകയാണ്. അതായത് കൃത്യമായ വിശ്വാസവഞ്ചന ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയ ഒരു ഘട്ടമാണിത്. അതായത് കൊണ്ടുപോയ സാധനമല്ല തിരിച്ചു വന്നതെന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ വിശ്വാസവഞ്ചനയ്ക്ക് ക്രിമിനൽ നടപടിയിലേക്ക് പോവുകയാണ് അന്വേഷിക്കാനുമില്ല എന്നൊരു ധൈര്യമാണല്ലോ ബിനിൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത്. കാരണം 2019 ഇത്ര വലിയ അട്ടിമറി നടത്തിയിട്ട് ആരും അത് ശ്രദ്ധിച്ചില്ല, ആരും അത് ചോദിച്ചില്ല, ആരും അത് രേഖപ്പെടുത്തിയില്ല എന്ന ആത്മവിശ്വാസമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അതുകൊണ്ടാണ് ഒരു 4 വർഷം കഴിയുമ്പോൾ മുതൽ വീണ്ടും അടുത്ത ഒരു നടപടിയിലേക്ക് പോകുന്നത്, അതിനുവേണ്ടിയുള്ള കത്തിടപാടുകൾ ആരംഭിക്കുന്നത്. കാരണം അന്ന് ഇതിലെ തൂക്കത്തിലടക്കമുള്ള മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചില്ല. ഇതിപ്പോ ഇന്നലെ പുറത്തു വന്ന വാർത്തയുണ്ടല്ലോ, ബംഗളൂരുവിലെ ഓൺലൈൻ പോർട്ടലുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത. അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് മെർക്കുറി ഉപയോഗിച്ചല്ല അവിടെ അത് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണവും ചെമ്പും വേർതിരിക്കാൻ എളുപ്പമാണ് തുടങ്ങിയ കാര്യങ്ങൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലുണ്ട്. എനിക്കതിന്റെ സാങ്കേതികത കൃത്യമായി അറിയില്ല. അപ്പോൾ വീണ്ടും അതിലൊരു ലാഭേച്ഛയോട് കൂടിയാണ് വേണമെങ്കിൽ നേരത്തെ കൂട്ടി ഈ തയ്യാറെടുപ്പുകൾ വീണ്ടും നടത്തിയത് എന്നാരോപിക്കാം ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ. ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ചിലരുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുത്ത കത്തിൽ പറയുന്നത് തൻ്റെ ഒരു സുഹൃത്ത് ഇത് സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സുഹൃത്തായിരിക്കും ആ വാർത്തകളിൽ പുറത്തു വന്നിരിക്കുന്ന വ്യവസായി. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധു നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 2 സാങ്കേതിക വിദ്യയിലാണ് ഇത് സ്വർണം പൂശിയിരിക്കുന്നത്. ആദ്യം സ്വർണം പൊതിഞ്ഞത് പഴയൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ശരിയാണ്. അതായത് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ സ്വർണം പൂശിയെടുക്കുമ്പോൾ
അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഒരു സ്ക്വയർ ഫീറ്റിൽ എത്ര സ്വർണം ഉപയോഗിക്കാമെന്ന് നിശ്ചയിച്ചെടുക്കാം. അതായത് വളരെ കൃത്യമായി സാങ്കേതികമായി തന്നെ അത് കഴിയും. കൂടുതൽ സ്വർണം പൂശേണ്ടെടുത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം. ഓരോ പീസിലും എത്രമാത്രം സ്വർണം വേണമെന്ന് നമുക്ക് തീരുമാനിച്ച് അത് പൂശിയെടുക്കാനുള്ള ആ രീതിയിലേക്ക് ആ സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്. അത് പൂശിയ ഒരു ഈ സ്വർണ്ണപ്പാളി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വർണവും ചെമ്പും വേർതിരിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഈ പുതിയ രീതിക്കുണ്ട്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ തവണ, അതായത് ഇപ്പോൾ ഈ സ്വർണം പൂശി കൊണ്ടുവന്നിരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 12 പീസുകളാണ് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അതിൽ 4 പീസിൽ മാത്രമാണ് അറ്റകുറ്റപ്പണി വേണ്ടി വന്നിരിക്കുന്നത്. മറ്റ് 4 പീസുകൾ പോളിഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. അതായത് 4 പീസുകൾ മാത്രമാണ് അറ്റകുറ്റപ്പണി ഒരു സാധ്യത പോലും ഉണ്ടായിരുന്നത്. അവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നേരിയ അളവിൽ മാത്രമാണ് സ്വർണം പുതുതായി ഉൾപ്പെടുത്തേണ്ടി വന്നത്. അതായത് ഒരു 2-3 പവൻ സ്വർണം മാത്രമാണ് ഈ പുതുതായി പൂശാൻ വേണ്ടി വന്നതെന്നാണ് നമ്മൾ അനൗദ്യോഗികമായി മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ഇനി വേണ്ടി വരികയും ചെയ്യും. ആ സ്വർണത്തിന്റെ 2019 പവനാണ് പൂശിയത് എന്നുള്ളതായിരുന്നു എ പത്മകുമാറിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 49 പവനും ഇപ്പോഴത്തെ 3 പവനും ഒക്കെ സംബന്ധിച്ച കണക്കുകൾ പക്ഷേ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത.